എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, കളിക്കാൻ പോവാണ് ഗൈസ്. ഗൈസ്, ഞാൻ എന്നെ കളിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഒരു CS കളിക്കാൻ പോവാണ് ഗൈസ്. പിന്നെ ഗൈസ്, നമ്മുടെ ഗിൽഡിലെല്ലാവരും മാക്സിമം നിങ്ങൾക്ക് ഇച്ചിരി തൊണ്ടയ്ക്ക് ഇച്ചിരി ഇഷ്യൂ ഉണ്ട് ഗൈസ്. അപ്പോൾ സൗണ്ട് ഇച്ചിരി ഇതായിരിക്കും ഗൈസ്, ഒന്ന് ക്ഷമിക്കണം. ഗൈസ്, നമ്മുടെ ഗിൽഡിൽ കയറേണ്ട ആൾക്കാരൊക്കെ കയറണം ഗൈസ്. നമുക്ക് അത്ര ഇതൊന്നുമില്ല. അപ്പം നമ്മൾ ലെവൽ 2 ആണ് ഗൈസ്. അപ്പം ഇതാണ് ഗൈസ് ഗിൽഡിൻ്റെ UID 3040739464. അപ്പോൾ ഇതാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ മതി ഗൈസ്. ഞാൻ നിർബന്ധിപ്പിക്കുന്നൊന്നുമില്ല. കയറാൻ താല്പര്യം ഉണ്ട് ഗൈസ്, നിങ്ങൾ കയറണം. പിന്നെ നേരത്തെ ഇട്ട വീഡിയോയിൽ വന്ന കമൻറ്റ് ഞാൻ വായിക്കാം. അതിൽ സൂര്യ എന്ന് പറയുന്നൊരു ആൾ ഹായ് തന്നിട്ടുണ്ട്. അപ്പം ഹായ് സൂര്യ. പിന്നെ ഓക്കെ, പിന്നെ ഗെയിമിംഗ് എന്ന് പറഞ്ഞ ആരോ 1v1 വിളിക്കുന്നുണ്ട് ഗൈസ്. നേരത്തെ ഒക്കെ 1v1 വിളിച്ചായിരുന്നു, പക്ഷേ ഇവൻ്റെ UID ഒന്ന് അറിയാത്തതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. 1v1 കളിക്കണമെങ്കിൽ നിങ്ങളുടെ UID താഴെ ഇടുക. ഞാനിപ്പോൾ നോക്കി കളിക്കാം. അല്ല, ഡ്രസ്സൊന്നുമില്ല, ഡ്രസ്സില്ല, കുഴപ്പമില്ല. നമുക്ക് CS കളിക്കാം. പുതിയ സീസണൊക്കെ വന്നപ്പോൾ ഒന്ന് ഹീറോയ്ക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിക്കണം ഗൈസ്. ഹീറോയ്ക്ക് അടിച്ചാലേ ഇച്ചിരി ഇതൊക്കെ വരത്തുള്ളൂ. ഞാനിപ്പോൾ കളിക്കുന്നതൊക്കെ കുറവാണ്. ക്ലാസ്സൊക്കെ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് ഇച്ചിരി കളിക്കുന്നൊന്നുമില്ല അങ്ങനെ. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗൈസ് 1K അടിക്കുകയാണെങ്കിൽ ഫേസ് റിവ്യൂയിലും പിന്നെ റെഡീം കോഡും തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ റെഡീം കോഡ് നിങ്ങൾക്ക് അതിനകത്ത് കയറണമെങ്കിൽ എൻ്റെ ആ വീഡിയോൻ്റെ മീൻസ് 1K അടിക്കുമ്പോൾ അന്ന് ഞാനൊരു വീഡിയോ ഇടും. അതിൻ്റെ അടിയിൽ 500 പോട്ടെ, മിനിമം ഒരു 200 ലൈക്കും പിന്നെ അതിൽ കമൻ്റ് ഇടുന്ന ഏറ്റവും കൂടുതൽ ഇതുള്ള കമൻറ്റിന് ഞാനത് നോക്കി എടുക്കുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ ലൈക്കുള്ള കമൻറ്റിന് ഞാനത് എടുക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ സെറ്റാക്കും. അപ്പോൾ അതാണ് എൻ്റെ പരിപാടി ഗൈസ്. ഞാനിപ്പം വരാം ഗൈസ്. ഗൈസ്, ഞാനൊന്ന് ചെറുതായിട്ട് പോസ് ചെയ്തതാണ് ഗൈസ്. അപ്പം നമ്മൾ ആ കളി തോറ്റിട്ടുണ്ട് ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത കളി പിടിക്കാം ഗൈസ്. ഞാനിപ്പം വരാം. എൻ്റെ മറ്റേ ഗ്ലൗസ് ഒന്ന് ഇട്ടേച്ചും വരാം. സൗണ്ട് എന്നെ തൊണ്ടവേദന ഗൈസ്. തൊണ്ടവേദന കൊണ്ട് സൗണ്ടൊന്നും അത്ര നല്ലതൊന്നുമല്ല ഗൈസ്. ഗൈസ്, ഞാൻ ആ ഗ്ലൗസ് എടുത്ത ശേഷം പെട്ടെന്ന് വരാം ഗൈസ്. ഞാൻ വന്ന് നമ്മൾ ടീമേറ്റ് എടുത്തും ചത്ത്. ചത്ത് 3 പേരുണ്ടായിരുന്നു ഗൈസ്. ഞാൻ ഒന്ന് പോയപ്പം കളി പോയി ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് കളി എടുക്കാം, എടുക്കാം. അപ്പോൾ നമ്മുടെ അമ്മമാർ 2 കളിയും നമ്മൾ മുട്ടക്കളിയും എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പവറാവാം. നമുക്ക് ഡബിൾ വെക്ടർ ഇട്ട് കളിക്കാം. കുറേ നാളായി ഡബിൾ വെക്ടറൊക്കെ ഇട്ട് കളിച്ചിട്ട്. ഡബിൾ വെക്ടർ വേണം, ചെറിയൊരു പേടി. നമുക്കില്ലേ ഇങ്ങനെ എടുക്കും. P90 എടുത്തിട്ട് ഇച്ചിരി ഗ്ലൂ വാൾ എടുക്കാം. 2 ഗ്ലൂ വാളും ഒരു P90 ആണ് എടുത്തേക്കുന്നത്.
ഈ കളി ജയിക്കണം, അല്ലെങ്കിൽ അവന്മാർ ജയിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലായിരിക്കും. ഒരുത്തനടിച്ചിട്ടെ ഒപ്പാത്ത ടീമിൽ ഒരുത്തനും കൂടെ ഉള്ളു ഗൈസ്. സിമ്പിളാണ് കളി എടുക്കാൻ പറ്റും ഗൈസ്, കളി എടുക്കാൻ പറ്റും. കളിയെടുക്കാം ഗൈസ്, കളിയെടുത്ത് സിമ്പിൾ കളിയായിരുന്നു, ഒരു ഇതൊന്നുമില്ലാന്ന്. പിന്നെ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഫ്രീ ഫയർ വീഡിയോസ് ഉടനെ വരുന്ന ആയിരിക്കും ഗൈസ്. നിങ്ങൾ മാക്സിമം ഒന്ന് ഇതാവുക. പെട്ടെന്നെല്ലാം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം 1K സബ് ആവുമ്പം എന്ത് വരുന്നു 1K സബ് ആവുമ്പം ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ്, കലാപരിപാടികളുണ്ട് ഗൈസ്. പ്രോ പ്ലെയർ ഹെഡ്ഷോട്ട് ബ്രോ, ഹെഡ്ഷോട്ട്. ഗൈസ് കളി ജയിച്ച്. നിങ്ങൾ എല്ലാവരും പറയും പാനല അമ്മാതിരി കളിയാ. പിന്നെ നിങ്ങൾക്കൊക്കെ റെഡിങ് കോഡൊക്കെ കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. 1K പെട്ടെന്ന് അടുപ്പിക്കുവാണെങ്കിൽ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ആർക്കാണെന്നൊന്നും എനിക്കറിഞ്ഞില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ലൈക്കുള്ള കമൻ്റ് എടുക്കുക, അതിനകത്ത് നോക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ലൈക്കൊക്കെ ഉള്ള ആൾക്കാരെ എടുത്ത് ഞാൻ അവരെ ഫ്രീ ഫയറിൽ നിന്നൊക്കെ വിളിച്ച് നിങ്ങളതിനകത്ത് നിങ്ങളുടെ UID ഒക്കെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ UID ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ ഇട്ട് നമുക്ക് റെഡിങ് കോഡൊക്കെ തരുന്നതായിരിക്കും. പ്ലീസ് നിങ്ങളെല്ലാവരും പെട്ടെന്ന് സെറ്റാക്കുക. ലൈക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല, ലൈക്ക് ചെയ്യുന്ന പോട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്കൊന്നുമില്ല. പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സേസ് ആണോ എന്ന് ഡൗട്ടുണ്ട്. ഓ ഏസ് ബ്രോ, ഏസാടാ നമ്മുടെ ഏസായിരുന്നു. അപ്പം നമ്മുടെ ഏസൊക്കെ എടുത്ത് അപ്പം നമുക്ക് 3, അമ്മർക്ക് 2 ഏസ്. നമ്മൾ കയറി വരുവാണ് ഏസ്. പിന്നെ നിങ്ങൾക്കൊക്കെ റെഡിങ് കോഡ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം കിട്ടുന്നതായിരിക്കും. നമ്മൾ എല്ലാം അപ്പോൾ 1K സബ്സ്ക്രൈബ് ആകുമ്പോൾ അപ്പോഴൊരു റെഡിങ് കോഡ്, 20K സബ്സ്ക്രൈബ് ആകുമ്പോൾ അപ്പോഴൊരു റെഡിങ് കോഡ്, അങ്ങനെ റെഡിങ് കോഡൊക്കെ തരുന്നതായിരിക്കും. നിങ്ങൾക്കൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഭാഗ്യമാണ് ഗൈസ്. ചത്ത് ഡൗട്ട് ഉണ്ടായിരുന്നു ഗൈസ്, അവൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുമെന്ന്. കളി പോയോന്ന് ഡൗട്ടുണ്ട്. അപ്പുറത്തെ ടീമിലെ 3 പേരും ഉണ്ട് ഗൈസ്, നമ്മുടെ ടീമിൽ 2 പേരേ ഉള്ളൂ ഗൈസ്. കളി പോവോ? പ്രോ പ്ലെയർ പങ്കൊച്ച് പ്രോ പ്ലെയർ ആണോ?
ഗൈസ് അപ്പുറത്തിന് മേലെ ഒരുത്തനേ ഉള്ളൂ ഗൈസ്. രണ്ടുപേരുണ്ട്. ഗൈസ് ഇവർക്ക് എടുക്കാൻ പറ്റും. ചാവല്ലേ. ഈ പെങ്കൊച്ച് എന്നാ ഭ്രാന്ത് കാണിക്കുമോ? അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ ടീമിൽ ഒരുത്തനും കൂടെ ഉള്ളു. പെട്ടെന്ന് കളിക്കട്ടെ. മറിഞ്ഞ പെട്ടെന്ന് കളിക്കാതെ. നമ്മുടെ ഡെഡ് ബോഡിയിൽ നിന്ന് ഈ ലൂട്ടൊക്കെ എടുക്കുന്നു. തൊണ്ട ഭയങ്കര സീന. ഒന്നും പറയാൻ പോലും പറ്റുന്നില്ല. ആ കളി ജയിച്ച്. ഓക്കെ കളിയൊക്കെ ഓക്കെ. തൊണ്ട ഭയങ്കര ഇതായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര വേദനയും പോട്ടെ ഒരു ഇത് എന്തോ കെട്ടി ഡൗണിൻ്റെ ബാഞ്ചൊക്കെ കണ്ടു. ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഡെയിലി ലൈവും പോട്ടെ ഡെയിലി ഇടാൻ പറ്റുന്നില്ല. ഡെയിലി വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല, പാടാം. ഓക്കെ നിൽക്കേ. നമുക്കൊരു സീസൺ കൂടെ സ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ പോണോ? നമുക്കൊരു ലോങ് വുൾഫ് സ്റ്റാർട്ട് ചെയ്യാം. ലോങ് വുൾഫ് ഹെഡ് ഷോട്ടുള്ള ലോങ് വുൾഫ് പുതിയ ഇതാണെന്ന് തോന്നുന്നില്ല. ഹെഡ് ഷോട്ടുള്ള ലോങ് വുൾഫ് സെറ്റ് സാധനം. പിന്നെ ഈ ലോങ് വുൾഫും കൂടെ കളിച്ചേച്ച് നമ്മുടെ വീഡിയോ എൻഡ് ആവുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ ഒരു ഇതൊക്കെ ഉള്ളൂ, പവറൊക്കെ വരത്തുള്ളൂ ഗൈസ്. പാനൽ ബ്രോ, പാനൽ ബ്രോ, പാനൽ. എന്നാ ഒരു അടിയായിപ്പോയി. നിങ്ങൾക്ക് ഈ സംഭവം അറിയാമോ? ഈ സംഭവം നോക്കട്ടെ. നിൽക്കേ ഇത് കണ്ടാ രസമല്ലേ? മാറി കളിക്കാം. അത് പോയി, രഥം പോയി, അതും പോയി. അവനടിച്ചിട്ട് ഇവനേതോ ഒരു പ്രോ പ്ലെയർ ആണ് ഗൈസ്. ഇപ്പോഴെങ്ങാണ്ട് അക്കൗണ്ട് തുടങ്ങുന്നുള്ളൂ. നൈസ് വീഡിയോ എടുത്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെയൊന്നും ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ അറിയാതൊക്കെ നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ഹെഡ് ഷോട്ടൊക്കെ അങ്ങ് കയറും. അവൻ നല്ലപോലെ കളിക്കുന്നുണ്ട് ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ്, നല്ലപോലെ സപ്പോർട്ട് ചെയ്യും. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. കയറുന്നില്ലല്ലോ. എയിം ലോക്കും ഇല്ല. ഇതെന്നാടാ? ഓക്കെ എയിം ലോക്ക് കിട്ടുന്നില്ലെന്നാ മര്യാദക്ക്.
നമുക്ക് 2 അമർക്കും 2. പ്രോ പ്ലെയർ. ഞാനൊരു കാര്യം പറയാം ഗൈസ്. അത് ആരാ? ഒരു ബ്രോ ഉണ്ട്, മലയാളിയാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാളായിരിക്കും, ചിലവർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പം പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനാ ചേട്ടനാണ് ഗൈസ്, എന്നെക്കാളും മൂത്തതാ. ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേട്ടനൊരു ഇതുണ്ട്, ചേട്ടൻ ലൈവ് ഒക്കെ ഇടും. അപ്പം അതിൻ്റെ അടിയിൽ എപ്പോഴും ഒരു സംഭവം എഴുതും. അത് ഞാനിപ്പോൾ പറയാം ഗൈസ്. അപ്പം നിങ്ങളത് ആരാന്ന് ഗസ് ചെയ്താൽ മാത്രം മതി. ചിലവർക്കൊക്കെ അറിയാമായിരിക്കും, ചിലവർക്കൊക്കെ അറിഞ്ഞൂടായിരിക്കും. ഞാനും ആ ബ്രോയിൻ്റെ ഒരു ബിഗ് ഫാനാണ്. ബിഗ് ഫാൻ എന്ന് പറയുമ്പോൾ ഞാൻ സബ്സ്ക്രൈബറാണ്. അവൻ എന്നാത്തിനാണ് AW എടുത്തത്? ഫ്രണ്ടായാ നോക്കായാ? ഫ്രണ്ടാവോ? ഫ്രണ്ടായി. ചുമ്മാ ഒന്ന് ഇരുന്ന് കാണിച്ചപ്പം ഫ്രണ്ടായി. അടിക്കുമോ നമ്മളെ? ബ്രോ നമുക്ക് ശക്തി കൊടുക്കാം. ഓക്കെ, ഞാൻ ചുമ്മാ ഒന്ന് ചത്തു കൊടുത്ത് പാവം ബ്രോയാണെന്ന് തോന്നുന്നു. എന്ന് ഇരുന്നാണിച്ചപ്പം ഫ്രണ്ടായി. നമ്മൾ അറ്റാക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ നല്ല കണ്ണൊക്കെ അങ്ങ് മാറ്റി. അപ്പം ഞാൻ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പം നിങ്ങൾക്ക് അവരെ അറിയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവൻ ലൈവിൻ്റെ അടിയിൽ എപ്പോഴും ഒരു സംഭവം എഴുതും. അതെന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. വേറൊന്നും ഞാൻ പറഞ്ഞു തരത്തില്ല. അതൊരു ലെറ്റർ, ഒരു വാചകം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സംഭവം അത്രേ ഉള്ളൂ. അപ്പം അതെന്നാന്ന് പറഞ്ഞാൽ പ്യുവർ ഇൻ്റർനാഷണൽ. അപ്പോൾ അതാരാ ഇങ്ങനെ അവർ എപ്പോഴൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ലൈവിൻ്റെ ഒക്കെ അടിയിൽ പ്യുവർ ഇൻ്റർനാഷണലിൽ നിന്ന് അതേത് യൂട്യൂബറാന്ന് ഗസ് ചെയ്യും. ഫ്രീ ഫയർ കളിക്കുന്ന മലയാളി യൂട്യൂബറാണ്. പിന്നെ ആ ചേട്ടൻ്റെ ഗിൽഡ് അത്യാവശ്യം നല്ല ഒരു ഗിൽഡാണ്. ആ ചേട്ടൻ്റെ ഗിൽഡ് എന്ന് പറയുവാണെങ്കിൽ റേ ബ്രദറോ അങ്ങനെ റേ ബോയ്സോ അങ്ങനെ കണ്ട പറയുന്ന എന്തോ ഗിൽഡാണ്. ആ ഗിൽഡ് റേസ്റ്റാറിൻ്റെ ഗിൽഡാണ്. പക്ഷേ റേസ്റ്റാർ അല്ല, അന്നത്തെ ആ ഗിൽഡിൽ തന്നെ ഇരിക്കുന്ന ഒരു പ്രോ പ്ലെയറാണ്. പുള്ളിക്കാരൻ്റെ പേരൊന്നും ഞാൻ പറയത്തില്ല. പുള്ളിക്കാരൻ ആരാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യണം ഗസ്. അപ്പോൾ പ്യുവർ ഇൻ്റർനാഷണൽ എന്നാണ് പുള്ളിക്കാരനെ എല്ലാവരും അറിയുന്നത്. അപ്പം ആരാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പേരിട്ടാൽ മതി. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടെല്ലാം ഞാൻ സോണിൽ കയറി ഇതാവുകയാണ്. അവൻ വെടിവെക്കുവാണോ? അല്ല വെടിവെക്കോ? ഇല്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നത്. അയ്യോ സോറി അറിയാതെ ഒന്ന് ഡ്രാഗ് ചെയ്തപ്പോൾ ഒറ്റ ഹെഡ്ഷോട്ട് കേസ് അറിയാതെ പറ്റിയത്. പക്ഷേ അവൻ വിചാരിച്ച് കാണും നമ്മളവനെ തേച്ചെന്ന്. അപ്പോൾ ഈ കളി നമ്മൾ തോറ്റു കൊടുത്താൽ അപ്പോൾ അവൻ കളി ജയിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല എനിക്ക്. ബ്രോ അറിയാതെ അടിച്ചോ അടിയടാ. അടിയടേ. അടിക്കാൻ നിന്ന്. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ അവനെ അറിയാതെ അടിച്ച്. അപ്പം കുഴപ്പമില്ല. ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അപ്സെറ്റ് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഞാൻ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ ഫ്രണ്ട് ആയിട്ട് കളിക്കാം. ഫ്രണ്ടായിട്ട് കളിക്കണമെങ്കിൽ മീൻസ് ഫ്രണ്ട് ആക്കണമെങ്കിൽ നിങ്ങൾ യു ഐ ഡി ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മാത്രം മതി.
ഫ്രണ്ടാക്കാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ടാറ്റ. അപ്പം ഞാൻ പോവാണ്, ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും ശരി ഗൈസ്. പ്ര പ്ലെയർ ഇതെൻ്റെ കസിൻ ബ്രദറാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ പോവാണ്. അപ്പം ടാറ്റ.